ഇവിടെ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുടെ ബന്ധു നമ്മളോടൊപ്പമുണ്ട്. ഇദ്ദേഹത്തിന്റെ അമ്മയും കുടുംബാംഗങ്ങളും അടക്കമുള്ള ആളുകളാണ് ഇതിനകത്ത് ഈ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. എപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്? രക്ഷാപ്രവർത്തനം ഇന്ന് തുടങ്ങി സാറേ. ഞാൻ ഇന്നലെ ഇതിലിവിടെ വന്ന് കണ്ടു, ഇങ്ങനെയാണ് സംഭവം, എൻ്റെ 5 ആൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേണ്ടപ്പെട്ട അധികൃതരോട് ഞാൻ അറിയിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ സാമഗ്രികൾ എത്തിച്ച് സാറ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ 6 മണിക്ക് എത്താമെന്നും പറഞ്ഞു. ഞാനിവിടെ വന്നു 5:30 6 മണിക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ മാത്രമേ ഇവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി മെഷീനറി ഒന്നും ഉണ്ടായിട്ടില്ല. വരുമ്പോൾ ഒരു ചുറ്റിക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ ആ കട്ടറും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാലും അതുകൊണ്ടും ഇത് നമുക്ക് കാഴ്ചയിൽ നീക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഇറ്റാച്ചി ഇവിടെ കൊണ്ടുവന്ന് ഇത് നീക്കി ഇവരെ 5 പേരെയും രക്ഷപ്പെടുത്തണമെന്നാണ് എൻ്റെ നിങ്ങളോടെല്ലാവരും അപേക്ഷിക്കുന്നത്. എത്ര ആളുകളാണ് ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നത്? അത് നിങ്ങളുടെ ആരൊക്കെയാണ്? എൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, 2 മക്കൾ, അങ്ങനെ 5 പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുടുങ്ങി എവിടെയും പോയില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സാറേ. ആ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ നിർത്തിയ പാർക്കിങ്ങിൽ അവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയും അച്ഛനും, എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും എൻ്റെ ഏടത്തിയമ്മയും 2 കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സാറേ. എത്രയും പെട്ടെന്ന് എടുത്ത് ഇതിനൊരു നടപടി സ്വീകരിക്കണം. നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ മഴ പെയ്താൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല സാറേ. ഇത് കഴിഞ്ഞ 2 കൊല്ലം മുന്നും ഉരുൾ പൊട്ടി അവിടെ നിന്ന് പൊട്ടിയതാണ്. ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇത് നീക്കി ഇത് എടുത്ത് ഞങ്ങൾക്ക് അതൊന്ന് തരണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേരാണ്, ഒരു കുടുംബത്തിലെ 5 പേരാണ് ഈ കോൺക്രീറ്റിനടിയിൽ, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ഒന്നാകെ ഒരു മൺകൂനയ്ക്ക് മുകളിൽ വീണിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് പാളികൾ പൊളിച്ചു മാറ്റാതെ ഈ മണ്ണിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിൽ നടത്താൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പാളി പൊളിച്ചു മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ഇവിടെ ഉപകരണങ്ങളുടെ അപര്യാപ്തത ഉള്ളത് കൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഈ ചുറ്റുക ഉപയോഗിച്ച് ഇത് ഈ കോൺക്രീറ്റ് ഭാഗം അടിച്ച് പൊളിച്ച് അതിനുശേഷം ഈ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് ഇത് ഇപ്പോൾ മാറ്റി ഈ മണ്ണിലേക്കുള്ള പരിശോധനകളാണ് ആരംഭിച്ചത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ഡോഗ് സ്ക്വാഡിന് ഉപയോഗിച്ചുള്ള പരിശോധനകളും അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച നായ്കളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഡോഗ് സ്ക്വാഡ് ഇവിടെ അല്പസമയത്തിനകം ഈ ദുരന്ത ഭൂമി. റാഫി, നമുക്ക് ഇപ്പം ഇവർ ഈ പറയുന്നത് പോലെ തന്നെ ഈ മേഖലയിലേക്ക് ഹിറ്റാച്ചി അതുപോലെ ബുൾഡോസർ അടക്കമുള്ള ഉപകരണങ്ങളൊക്കെ എത്തിക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടോ അവിടെ?